ഫേസ്ബുക്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴാ എത്തും എന്നാണ് പലരുടെയും ചോദ്യം. പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾക്ക് 3 ടൈപ്പ് മെത്തേഡ് ഉണ്ട്. നമുക്ക് പേയ്മെന്റ്, അതായത് ഫേസ്ബുക്കിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന ഏർണിങ്സ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 വഴികളുണ്ട്. അതിൽ ഒന്നാമതാണ് ബാങ്ക് ട്രാൻസ്ഫർ. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുള്ള IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് ആ ബാങ്ക് ട്രാൻസ്ഫർ ആക്റ്റീവ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ മെത്തേഡാണ് വയർ ട്രാൻസ്ഫർ. അതിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കൂടാതെ സ്വിഫ്റ്റ് കോഡ്, അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ് ഈ സ്വിഫ്റ്റ് കോഡ്. ഈ സ്വിഫ്റ്റ് കോഡും ഈ ബാങ്ക് അക്കൗണ്ടും കൊടുത്താലാണ് നമുക്ക് ഈ വയർ ട്രാൻസ്ഫർ നമ്മൾക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റില്ല. ഈ വയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100 നിങ്ങളുടെ ഫേസ്ബുക്കില് പേ ഔട്ട് സെക്ഷനിൽ ആയാൽ മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾ ഫസ്റ്റ് ഉള്ള ഓപ്ഷൻ ആയിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. അതായത് $25 നിങ്ങളുടെ പേ ഔട്ട് സെക്ഷനിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതിന്റെ തൊട്ടപ്പുറത്തെ മാസം വരും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് പേപാൽ. ഈ പേപാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. പേപാലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐഡിയും അതുപോലെ തന്നെ പേപാലിന്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേപാലിലൂടെയും കണക്ഷൻ ആക്കാൻ പറ്റും. അപ്പൊ ഈ 3 വഴികളാണ് നമ്മൾക്ക് ഫേസ്ബുക്കിന്റെ പേയ്മെന്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താനുള്ള വഴികൾ. അപ്പോൾ അത് എങ്ങനെയാണ് ലഭിക്കല്? നമ്മൾ ഈ മോണിറ്റൈസേഷന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്രോക്സിമേറ്റ് ഏർണിങ്സ്. അതായത് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് 20 ഡേയ്സിന്റെ ഏർണിങ്സ് ആണ്. ഇനി ഇതിന്റെ താഴേക്ക് നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജൂലൈ 1 മുതൽ 7 വരെ ലഭിച്ചിട്ടുള്ള, ഇന്നത്തെ ദിവസം 7 അതുവരെ ലഭിച്ചിട്ടുള്ള ഏർണിങ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ജൂലൈ 28 നോക്കിയാൽ ജൂലൈ 1 മുതൽ 28 വരെയുള്ള ഏർണിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ജൂലൈ 31 ശേഷം നിങ്ങൾക്ക് ഇവിടെ 0 ആയിരിക്കും കാണുന്നത്. അതായത് നിങ്ങളുടെ ഈ എമൗണ്ട് നേരെ എവിടേക്ക് പോയിട്ടുണ്ടാവും? ഈ ഒതർ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേ ഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷന്റെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആദ്യത്തെ 1-ാം തീയതി 2-ാം തീയതി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഒരു 3-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇവിടെ പ്രോസസ്സിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അതായത് ജൂലൈ മാസത്തെ ഏർണിങ്സ് ഓഗസ്റ്റ് 3-നോ 4-നോ ഒക്കെ ആയിട്ട് ഇവിടെ പ്രോസസ്സിംഗ് കാണിക്കും. അതുവരെ നിങ്ങൾക്ക് കാണിക്കില്ല. ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങളുടെ എമൗണ്ട് ഇവിടെയും കാണിക്കില്ല, അവിടെയും കാണിക്കില്ല. അപ്പൊ നിങ്ങൾ പല ആൾക്കാരുടെയും പരാതി, എന്റെ എമൗണ്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിലവിൽ അവിടെ കാണുന്നില്ല, അതിൽ പല ആൾക്കാരുടെയും പരാതി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ പേയ്മെന്റ്, നിങ്ങളുടെ എമൗണ്ട് എവിടെയും പോകത്തില്ല, അത് നേരെ നിങ്ങളുടെ പേ ഔട്ടിൽ ട്രാൻസാക്ഷനിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ജൂലൈ മാസത്തെ എമൗണ്ട് ആണ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പേയ്മെന്റ് മിനിമം ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾ കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ $25 നിങ്ങൾക്ക് ഈ ഒറ്റ മാസം കൊണ്ട് തന്നെ, അതായത് ജൂലൈ മാസത്തെ 1 മുതൽ 28 വരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓഗസ്റ്റ് മാസത്തെ എമൗണ്ടും കൂടി അതിന്റെ കൂടെ ജോയിന്റ് ആവും. ഓഗസ്റ്റ് മാസം 28 കഴിഞ്ഞാൽ ആ 1 മുതൽ 28 വരെ എത്ര ഏർണിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഈ ട്രാൻസാക്ഷന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഓഗസ്റ്റിന്റെ എമൗണ്ട് അവിടെ ആഡ് ആയിട്ട് വരില്ല, അതായത് ഈ ട്രാൻസാക്ഷന്റെ ഭാഗത്ത് ആഡ് ആയിട്ട് വരില്ല. സെപ്റ്റംബർ ഒരു 3-നോ 4-നോ ആയിട്ടായിരിക്കും ആഡ് ആയി വരല്ലേ. അപ്പൊ ഈ എമൗണ്ട് ഒക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ഈ മാസത്തെ വരുമാനം മുമ്പത്തെ മാസത്തെ വരുമാനം മൊത്തത്തിൽ ജോയിന്റ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ, അതായത് $25 ആണ് നമുക്ക് മിനിമം എമൗണ്ട് ആവണം. പിന്നെ നമ്മളുടെ മിനിമം എമൗണ്ട് ആണെങ്കിൽ നമ്മൾക്ക് അത് എപ്പോഴാണോ ആവുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ മാസം നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് എൻ്റെ ഇതിൽ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $88.7 നിലവിൽ ആയിട്ടുണ്ട്. അത് 2 മാസത്തെ എമൗണ്ട് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് കൂടിയിട്ടുള്ള എമൗണ്ട് ആണ്. ഇനി ഇതിന്റെ കൂടെ ഒരു $12 കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് $100 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഓൺ ദ വേല് ഈ ഒരു മാസത്തെ, അതായത് ഈ ഒരു മാസത്തെ എമൗണ്ട്, ഇതേത് മാസം? ജൂലൈ മാസത്തെ എമൗണ്ട് പിന്നെ കൂടിയിട്ട് പിന്നെ ഇതിന്റെ കൂടെ ടോട്ടൽ ആഡ് ചെയ്തിട്ട് $100 മുകളിലായി കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് ഓഗസ്റ്റ് 23-നും 30-നും ഇടയിൽ നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതായത് ഇതിപ്പോ $100 ഓപ്ഷനാണ്, അത് ഞാൻ വയർ ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ $25
ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ മാസം ആയിക്കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്തെ മാസം നിങ്ങൾക്ക് ഇവിടെ ഈ ഓൺ ദ വേയിൽ കാണിക്കുന്നതായിരിക്കും. അതായത് ഒരു 15-14 തീയതി ഇവിടെ ഓൺ ദ വേയിൽ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇത് 23-നും 30-ന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ പേയ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പേയ്മെന്റിന്റെ പ്രോസസ്സിങ്. നമ്മൾ പല ആൾക്കാരുടെയും ചോദ്യം, ഇവിടെ എമൗണ്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് എത്തുന്നില്ല എന്ന് അവരുടെ പരാതി. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കാണുന്ന എമൗണ്ട് നമ്മളുടെ ലാസ്റ്റ് 28 ഡേയ്സിന്റെ എമൗണ്ട് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എമൗണ്ട് ജൂലൈ 1 മുതൽ 7 വരെയുള്ള എമൗണ്ട്, അതായത് എല്ലാ മാസം 1-ാം തീയതി മുതൽ നിലവിലെ ഡേറ്റ് ഏതാണ് ആ ഡേറ്റ് വരെയുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ജൂലൈ 1 മുതൽ 28 വരെ, അതായത് ഓരോരോ മാസത്തെ എമൗണ്ട് ഇവിടെ കാണിക്കും. ആ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും എമൗണ്ട് നമ്മളുടെ പേ ഔട്ട് ട്രാൻസാക്ഷനിൽ പോകുന്നതായിരിക്കും. പേ ഔട്ട് ട്രാൻസാക്ഷനിൽ പോയിട്ട് നിങ്ങൾക്കത് മിനിമം എമൗണ്ടിൽ കൂടുതൽ ഇവിടുന്ന് ആയിട്ടുണ്ടെങ്കിൽ അതേ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസം ഇവിടെ $25 മുകളിൽ ആയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം 23-30 ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ട്രാൻസാക്ഷനിൽ അവിടെ പ്രോസസ്സിംഗ് ആയി കിടക്കും. അതിന്റെ കൂടെ ഓഗസ്റ്റ് മാസത്തെ എമൗണ്ടും കൂടെ കൂടിയിട്ട് $25 കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സെപ്റ്റംബർ 23-30 ഉള്ളിലായിട്ടായിരിക്കും ലഭിക്കില്ല. എന്തായാലും മിനിമം എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ആവണം. ഇവിടെ ഒറ്റ മാസം കൊണ്ട് തന്നെ ആവണമെന്നില്ല, അത് പല മാസത്തെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് ആയാലും നിങ്ങൾക്ക് അതിന്റെ തൊട്ടപ്പുറത്തെ മാസം ലഭിക്കുന്നതായിരിക്കും. പിന്നെ പേപ്പാല് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇവിടെ $25 കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ല, അതായത് നമ്മളെ ട്രാൻസാക്ഷന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് $25 കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്തെ മാസം 23-30 ഉള്ളിൽ ലഭിക്കും. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് $25 ആയാലും മതി, ഒറ്റ മാസം കൊണ്ട് തന്നെ ആവണമെന്നില്ല. അതിന്റെ തൊട്ടപ്പുറത്തെ മാസം എപ്പോഴാണ് ആവുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ മാസം നിങ്ങൾക്ക് 23-30 ഉള്ളിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പേയ്മെന്റിന്റെ പ്രോസസ്സിങ്. അതല്ലാതെ നമുക്ക് അവിടെ കാണുന്ന എമൗണ്ട് അതേ സ്പോട്ടിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തത്തില്ല. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.